എക്സാം 2026 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട് എഡ്യൂക്കേഷൻ, വർക്ക് ഇൻ്റഗ്രേറ്റ് എഡ്യൂക്കേഷൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, അപ്പോൾ ദർ ആർ 3 സെക്ഷൻ ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ സെക്ഷനിൽ 3 സെക്ഷൻ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വണ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, രണ്ടാമത്തേത് ആർട്ട് എഡ്യൂക്കേഷൻ, മൂന്നാമത്തേത് വർക്ക് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. ഇങ്ങനെ 3 വിഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഇതിൽ റീഡ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി ആൻഡ് ആൻസർ ഈച്ച് വൺ ഓഫ് ദം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് പോസ്റ്റർ ഓഫ് വാക്കിംഗ് ഫ്രം ദ പിക്ചർ. അപ്പോൾ ഈ പിക്ചറിൽ നടന്നു പോകുന്നതിന്റെ വിവിധ 3 പിക്ചർ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ കറക്റ്റ് പോസ്റ്റർ എങ്ങനെയാണ് നമ്മൾ നടക്കേണ്ടത് അത് നമ്മൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാം, പിക്ക് 1 ആണ് കറക്റ്റ് പോസ്റ്റർ അല്ലെ. നീണ്ട് നിവർന്ന് ആണ് നടക്കുന്നത്, ഇത് വളഞ്ഞിട്ടാണ് നടക്കുന്നത്, ഇത് പുറകോട്ട് തല ചെരിച്ചിട്ടാണ്. അപ്പം പിക്ക് 1 ആണ് കറക്റ്റ് പോസ്റ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, examine the table below and find out correct answer. അപ്പം നമ്മൾ യോഗാസനയെ കുറിച്ചിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് ആണ്. എ ത്രികോണാസന, ബി പവന മുക്താസന, സി വജ്രാസന. ഇവിടെ strengthens and straightens the spine, improves the efficiency of shoulders, expel abdominal gas. അപ്പൊ ഇത് നമ്മൾ കറക്റ്റ് മാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് നമുക്ക് നോക്കാം. എ ത്രികോണാസന ഇംപ്രൂവ്സ് ദ എഫിഷ്യൻസി ഓഫ് ഷോൾഡർ ആണ്. പവനമുക്താസന എക്സ്പെൽ അബ്ഡോമിനൽ ഗ്യാസ് ആണ്. വജ്രാസന strengthens and straightens the spine. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ഏതാണ്? 1 എ, സെക്കൻഡ് ബി, തേർഡ് സി, 3. അപ്പൊ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ത്രികോണാസന, പവനമുക്താസന, വജ്രാസന ഇവയെ കൊണ്ടുള്ള ബെനിഫിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ മാച്ച് ചെയ്തു. ഇനി നമുക്ക് അതിനെ കുറിച്ചുള്ള നോട്ട്സ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. പവനമുക്താസന മേക്സ് ദ സ്പൈൻ ഫ്ലെക്സിബിൾ ആൻഡ് സ്ട്രെങ്തൻ അബ്ഡോമിനൽ മസിൽസ്. അപ്പൊ സ്പൈന് നല്ല ഫ്ലെക്സിബിൾ ആക്കും, അബ്ഡോമിനൽ മസിൽസ് ഒക്കെ സ്ട്രെങ്തൻ ആക്കുന്നതാണ് പവനമുക്താസന. ഹെൽപ്പ് റിലീസ് ബൗവൽ ഗ്യാസ്. ഇനി അടുത്തത് ബെനിഫിറ്റ്സ് ഓഫ് വജ്രാസന. റിലാക്സസ് ദ നീസ് ആൻഡ് സ്ട്രെങ്തൻ ദ ഹൈ മസിൽ, helps to keep the spine straight and strong, improves concentration. അടുത്തത് പവനമുക്താസന. അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഹെൽപ്സ് ദ സ്പൈൻ ഫ്ലെക്സിബിൾ ആൻഡ് സ്ട്രെങ്തൻ അബ്ഡോമിനൽ മസിൽസ്. ഓക്കെ, ബെനിഫിറ്റ്സ് ഓഫ് യോഗ എന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വന്നേക്കാം. അപ്പൊ ബെനിഫിറ്റ്സ് ഓഫ് യോഗ എന്താണ്? കോർഡിനേഷൻ, എനർജി, കാം മൈൻഡ്. ഇതൊക്കെയാണ് യോഗനെ കൊണ്ടുള്ള നേട്ടങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന് ഉണ്ട്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്? ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, ഗ്രോത്ത് ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രാജുവൽ ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ ഹൈറ്റ്, വെയിറ്റ് ആൻഡ് ബോഡി ഷേപ്പ്. ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റില്, ബോഡി ഷേപ്പില്, ഹൈറ്റിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതേസമയം ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ദ പോസിറ്റീവ് ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ എ പേഴ്സൺ ഫിസിക്കലി, മെന്റലി, സോഷ്യലി ആൻഡ് ഇമോഷണലി. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സണിൽ ഫിസിക്കലി, മെന്റലി, സോഷ്യലി, ഇമോഷണലി ഉണ്ടാവുന്ന പോസിറ്റീവ് ചേഞ്ചിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസ് റെഫേഴ്സ് ടു വൺസ് എബിലിറ്റി ടു പെർഫോം ഡെയിലി ആക്ടിവിറ്റീസ് എനർജറ്റിക്കലി. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് എനർജി, ഭയങ്കര നല്ല എനർജിയോട് കൂട്ടിയിട്ട് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല, നമ്മൾ ദിവസം ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യാനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ, ആ ഒരു കഴിവുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആന്ന് പറയും. ഓക്കെ, ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ അതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 to 7 വരെയുള്ള ക്വസ്റ്റ്യനിൽ ഇനി അറ്റംപ്റ്റ് എനി വൺ ഓഫ് ദം. 5 to 7 എ ആൻഡ് ബി, എയും ബിയും ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി.
What are the health problems that arise due to lack of environment hygiene? Environment hygiene ഇല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുക? Environment cleanliness is the responsibility of every individual. Environment pollution affects everyone in the society. Garbage, plastic, and leftover food carelessly thrown affect environmental issues. അപ്പോൾ നമ്മുടെ എൻവയോൺമെന്റ് നല്ല കറക്റ്റ് ആയിട്ട് ഹൈജീൻ അല്ലാണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസീസസ് വരും. ഡിസീസസ് കോളറ, ഡെങ്കി ആൻഡ് വാട്ടർ എയർ പൊല്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് റിക്കവറി? റിക്കവറി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? സ്ലീപ്പ്, പ്രോപ്പർ ന്യൂട്രീഷൻ ആൻഡ് ഹൈഡ്രേഷൻ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് പ്രോഗ്രസീവ് മസിൽ റിയാക്ഷൻ, PMR, ഓർ വാട്ട് മെസ്സേജ് ഡിഡ് യു ഗെറ്റ് ഫ്രം ദ സ്റ്റോറി ഓഫ് ഉസൈൻ ബോൾട്ട്? ഒന്നെങ്കിൽ ഇത് എഴുതുക, അല്ലെങ്കിൽ ഉസൈൻ ബോൾട്ടിന്റെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് കിട്ടുന്നത്? ഓക്കെ, PMR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ടെക്നിക് ഓഫ് ടെൻസിങ് ആൻഡ് റിലാക്സിങ് മസിൽ ടു റിലീവ് സ്ട്രെസ്. സ്ട്രെസ് റിലീസ് ചെയ്യാനുള്ള മസിൽസിന്റെ ആ റിലാക്സിങ് ആണ് ടെക്നിക് ഓഫ് ടെൻസിങ് ആൻഡ് റിലാക്സിങ് മസിൽ ടു റിലീവ് സ്ട്രെസ്. അതിനെയാണ് PMR എന്ന് പറയുന്നത്. ഉസൈൻ ബോൾട്ടിന്റെ മെസ്സേജിൽ നമുക്ക് കിട്ടുന്ന ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ ലീഡ് ടു സക്സസ്. കഠിനാധ്വാനവും ഉറച്ച തീരുമാനവും ഉണ്ടെങ്കിൽ നമ്മൾ വിജയത്തിലെത്താൻ നമുക്ക് കഴിയും. അതാണ് ഉസൈൻ ബോൾട്ടിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് റിലേറ്റഡ് ടു പെർഫോമൻസ് ഓർ എക്സ്പ്ലെയിൻ ദ അഡ്വാൻറ്റേജ് ഓഫ് പവനമുക്താസന? ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അപ്പോൾ പെർഫോം കമ്പോണൻസ് എന്തൊക്കെയാണ്? സ്പീഡ്, എജിലിറ്റി, ബാലൻസ്, കോർഡിനേഷൻ, പവർ, റിയാക്ഷൻ ടൈം. പവനമുക്താസന പെർഫോമൻസ് എന്താണ്? അത് റിലീവ്സ് അബ്ഡോമിനൽ ഗ്യാസ് ആൻഡ് എയ്ഡ്സ് ഡൈജഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. വാട്ട് ഈസ് ഡൈനാമിക് ബോഡി പോസ്ചർ? വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡൈനാമിക് ബോഡി പോസ്ചർ? എന്താണ് ഡൈനാമിക് ബോഡി പോസ്ചർ എന്ന് പറഞ്ഞാൽ? അതായത് ബോഡി അലൈൻമെന്റ് വൈൽ മൂവിങ്, റണ്ണിങ്, വാങ്ങിയ നമ്മുടെ ബോഡീൻ്റെ അലൈൻമെന്റിനെയാണ് നമ്മൾ, അതായത് നമ്മൾ ചലിക്കുമ്പോൾ, ഒന്ന് റൺ ചെയ്യുമ്പോൾ, വോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡീൻ്റെ അലൈൻമെന്റിനെയാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? മസിൽ സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, ജോയിന്റ് മൊബിലിറ്റി. ഇനി നമുക്ക് അടുത്ത ആർട്ട് എഡ്യൂക്കേഷൻ ആണ്. വളരെ സിമ്പിൾ ആണ് ആർട്ട് എഡ്യൂക്കേഷൻ. നെയിം എ മൂവി ഓൺ ആക്റ്റഡ് ബൈ ചാർലി ചാപ്ലിൻ. ചാർലി ചാപ്ലിൻ ആക്ട് ചെയ്ത ഏതെങ്കിലും ഒരു മൂവി. മോഡേൺ ടൈം, സംതിങ് ലൈക്ക് മൈ ഓട്ടോബയോഗ്രഫി, ലോങ് വോക്ക് ടു ഫ്രീഡം. മോഡേൺ ടൈംസ് ആണ് കറക്റ്റ് ആൻസർ. മോഡേൺ ടൈംസ് ആണ്. ഇനി അടുത്തത് ചാർലി ചാപ്ലിൻ്റെ ഫിലിം മോഡേൺ ടൈംസ് ആണ്. നെയിം ദ ഡിസ്ട്രിക്ട് വേർ എടക്കൽ ഗേവ് പെയിന്റിങ്സ് ആർ ഫൗണ്ട്. എടക്കൽ പെയിന്റ്. വയനാട്, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്. വയനാടാണ്. എടക്കൽ എവിടെയാണ്? എടക്കൽ ഗുഹ ഉള്ളത് വയനാട്ടിലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്? അപ്പോൾ ഇൻസ്ട്രുമെന്റ് ഏതൊക്കെയാണെന്നാണ്? മൃദംഗം, വീണ, കുഴൽ, ചെണ്ട. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ്. മൃദംഗവും ചെണ്ടയുമാണ് പെർക്കഷൻ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. മൃദംഗം, ചെണ്ട. ഓക്കെ, വിച്ച് ഇൻ ആൻ എക്സാമ്പിൾ ഫോർ എ ഡ്രാമ പ്രസന്റഡ് വിത്ത് ഡയലോഗ്? ഡയലോഗ് ഒന്നും ഇല്ലാത്ത ഡ്രാമ എന്താണ്? കാക്കിരിശി ഡ്രാമ, ഡാൻസ് ഡ്രാമ, മൂകാഭിനയം, സ്ട്രീറ്റ് ഡ്രാമ. ഏതാണ്? മൂകാഭിനയമാണ്. ഡ്രാമ വിത്തൗട്ട് ഡയലോഗ്സ് ഏതാണ്? മൂകാഭിനയമാണ്. ഇനി അടുത്തത്, നെയിം ദ ആർട്ട് ഫോം ആൻഡ് മാർഷൽ ഫോം ഫ്രം ദ പിക്ചേഴ്സ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് ഫസ്റ്റ് എന്താണ്? കോൽക്കളിയാണ്. രണ്ടാമത്തെ കളരിപ്പയറ്റാണ്. പിക്ചർ എ കോൽക്കളി, പിക്ചർ ബി കളരിപ്പയറ്റ്. ഇനി അടുത്തത്, റൈറ്റ് എനി 3 ഫ്രം ക്വസ്റ്റ്യൻ 6 to 10. റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ചിൽഡ്രൻസ് തിയേറ്റർ. ചിൽഡ്രൻസ് തിയേറ്ററിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്. പിന്നെ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്. നാടൻ പാട്ട്, പാട്രിയോട്ടിക് സോങ്, ഫിലിം സോങ്, ലുല്ലബി. അപ്പം നാടൻ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടൻ ശൈലിയിലുള്ള പാട്ട്, അത് ഇതുമായിട്ട് നമുക്ക് അപ്പരുന്തേ ഇപ്പരുന്തേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോങ് ആണ്. പാട്രിയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ദേശഭക്തി ഗാനമാണ്. ദേശസ്നേഹം, വരിക വരിക സഹചരെ. ഫീലിംഗ് സോങ് എന്ന് പറയുമ്പം അങ്ങുവാന കോണിൽ, അതൊരു സിനിമയിലുള്ള സോങ് ആണ്. ലുല്ലബി എന്ന് പറഞ്ഞാൽ താരാട്ട് പാട്ട്, അത് എന്താണ്? ഓമന തിങ്കൾ കിടാവോ. ഓക്കെ, ഇനി റൈറ്റ് ദ നെയിംസ് ഓഫ് 2 ട്രൈബൽ ആർട്ട് ഫോം. 2 ട്രൈബൽ ആർട്ട് ഫോം എഴുതാനാണ്. എന്തൊക്കെയാണ്? മാർഗം കളിയും അതേപോലെ തന്നെ ഗദ്ദിക. ഓക്കെ,
മംഗലം കളി ഗത്തിക 2 ട്രൈബൽ ആർട്ട് ഫോം ആണ്. ഓക്കെ, ഇനി റൈറ്റ് ഫോർ എക്സാമ്പിൾ ഓഫ് റിലീഫ് സ്കൾപ്ചേഴ്സ്. എന്താണ്? ബാസ് റിലീഫ്, ഹൈ റിലീഫ്, സങ്കൻ റിലീഫ്, കൗണ്ടർ റിലീഫ്. ഓക്കെ, ഇനി അടുത്തത് animation films are mainly two types. Which are they? Animation type സിനിമ ഏതൊക്കെ? 2 ടൈപ്പ്, 2D അനിമേഷനും 3D അനിമേഷനും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാറ്റേൺ നോക്കാം. ആൻസർ എനി one question from 11 to 15. That night my presence on the stage was the first and my mother was the last. Explain the situation of these lines from Charlie Chaplin, my autobiography. During performance, Chaplin's mother lost her voice on stage. ഇപ്പം പെർഫോമൻസ് ചെയ്യുമ്പോൾ ചാർലി ചാപ്ലിൻ്റെ അമ്മയുടെ വോയിസ് പോയി. The 5-year-old Chaplin was rushed on stage to take her place. 5 വയസ്സായ ചാപ്ലിൻ വന്നിട്ട് സ്റ്റേജിൽ അവരുടെ പ്ലേസ് ഏറ്റെടുത്ത് സിംഗിങ് ആൻഡ് എൻ്റർടൈനിങ് ദ ക്രൗഡ്. അപ്പം അമ്മ ചെയ്ത ജോലി ചാർലി ചാപ്ലിൻ ചെയ്തു. മേക്കിംഗ് ഇറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേജ് അപ്പിയറൻസ് ആൻഡ് ഈസ് മദേഴ്സ് ഫൈനൽ പെർഫോമൻസ്. അപ്പോൾ അത് അമ്മയുടെ ലാസ്റ്റ് പെർഫോമൻസ്. പിന്നെ അമ്മ സ്റ്റേജിൽ കയറിയിട്ടില്ല. കാരണം എന്താണ്? ചാർലി ചാപ്ലിൻ തന്നെ സ്റ്റേജിൽ കയറി പൊളിച്ചു അല്ലേ, ഫസ്റ്റ് സ്റ്റേജ് അപ്പിയറൻസ്. Why do you mean by kolkali? What do you mean by kolkali? Distinguish between string instrument and percussion instrument from the musical instrument given below. നോക്കാം. സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ഇതാണ് വീണ, വയലിൻ, തമ്പൂര്, സാരംഗി, സരോദ്. പെർക്കഷൻ ഇൻസ്ട്രുമെന്റ് തിമില, മൃദംഗം, എടക്ക, തബല, ചണ്ട. ഓക്കെ, the paint is Starry Night by the Dutch painter Vincent van Gogh is shown. Yeah, this painting is an example of a night scene which is beautifully styled. Draw the most beautiful night scene from your memory, include different lines and colors it. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു പിക്ചർ വരയ്ക്കാനാണ്. ഇനി അടുത്തത് എക്സ്പ്ലെയിൻ ദ പ്രിപ്പറേഷൻ ആൻഡ് മെറ്റീരിയൽ റിക്വയർഡ് ടു പോർട്രേ ദ ഫോളോയിങ് ക്യാരക്ടേഴ്സ് ഇൻ എ ഡ്രാമ. ഇപ്പോൾ ഫാമർ, ഓൾഡ് മാൻ, ഡാൻസർ. അപ്പോൾ ഇവരെ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം? അപ്പോൾ ഓൾഡ് മാൻ വെച്ചാൽ മെറ്റീരിയൽസ് എന്ത് വേണം? വാക്കിംഗ് സ്റ്റിക്ക് വേണം, ഒരു കണ്ണട വേണം, സ്പെക്ടാക്കിൾസ് വേണം, വൈറ്റ് ഹെയർ, ബേർഡ് വിഗ് വേണം, ട്രഡീഷണൽ സിമ്പിൾ ക്ലോത്തിങ് ആണ്. പ്രിപ്പറേഷൻ എന്താണ്? വാക്ക് സ്ലോലി വിത്ത് ബെൻഡ് ഇൻ ദ സ്പൈൻ, ട്രംബിൾ ഹാൻഡ്സ്, സ്ലൈറ്റ്ലി സ്പീക്ക് വിത്ത് ഷേക്കി വോയിസ്. അപ്പോൾ എന്തൊക്കെ പ്രിപ്പറേഷനാണ് വേണ്ട? അപ്പോൾ ഇതെന്താണ്? സ്പൈനൊന്ന് വളഞ്ഞിട്ടൊക്കെ നടക്കണം, ഹാൻഡ് ഷെയ്ക്ക് ചെയ്യുന്ന മാതിരി, അങ്ങനെ വോയിസ് ഒക്കെ അങ്ങനെ ഒരു വിറയാർന്ന ശബ്ദം വേണം. അതേപോലെ ഫാമർ, ഡാൻസർ. ഫാമറിന് എന്തൊക്കെയാണ് ട്രഡീഷണൽ ആയിട്ട് വേണ്ടത്? ഒരു തൊപ്പി, ഒരു കൈക്കോട്ട്, ഒരു ഷർട്ട് ഇടാത്ത ഒരു മേൽമുണ്ടും ഒരു മുണ്ടും, അങ്ങനെയൊക്കെ. ഓക്കെ, വർക്ക് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ നോക്കാം. റീഡ് കെയർഫുള്ളി ദ ആൻസർ ഗിവൻ ബിലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡ് ബൈ സെറ്റിംഗ് അപ്പ് ബെഡ്റൂം? ബെഡ്റൂം സെറ്റപ്പ് വേണ്ടാത്ത ഏത്? ചെയർ, കോട്ട്, വിൻഡോ, ഡൈനിങ് ടേബിൾ. പറയുന്നത് ഡൈനിങ് ടേബിൾ ആണല്ലേ വേണ്ടാത്തത്. ബെഡ്റൂമിൽ ആരും ഡൈനിങ് ടേബിൾ കൊണ്ടുപോയിട്ടില്ല. ഇനി വിച്ച് ആർ ദ 2 സ്റ്റിച്ച് ഫോർ ഫോൾഡിങ് ആൻഡ് സ്റ്റിച്ചിങ് എഡ്ജസ്? എഡ്ജസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ്? റണ്ണിങ് സ്റ്റിച്ച് ആൻഡ് ഹെമ്മിങ് സ്റ്റിച്ച്, അതാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The envelope that help displaying the printed address for or other important information in a sealed envelope is window envelope. Okay, ഇനി അടുത്തത് വാട്ട് ഇസ് ഗിവൺ ഇൻ ദ ഹൗസ് ഹോൾഡ് അപ്ലയൻസ് ഇൻഡിക്കേറ്റ്. ഇതെന്താണ്? ടേബിൾ വിത്ത് ചെയർ ആണ് കേട്ടോ. ടേബിൾ, ഡൈനിങ് ടേബിൾ വിത്ത് ചെയർസ്. ഓക്കെ, ഇനി അടുത്ത യു ഹാവ് പ്രാക്ടീസ്ഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാൻഡ് സ്റ്റിച്ച്. റൈറ്റ് ദം നെയിംസ് ഫോർ ബേസിക് സ്റ്റിച്ച്. 4 ബേസിക് സ്റ്റിച്ചിൻ്റെ പേര് എഴുതാനാണ്. റണ്ണിങ് സ്റ്റിച്ച്, ഹെമ്മിങ് സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്, ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.